ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യാമെന്ന്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഓർക്കുന്നില്ലേ? എന്തായിരുന്നു സ്റ്റോറിയുടെ പേര്? E.V. ലൂക്കാസിൻ്റെ ഏത് സ്റ്റോറിയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്? ദ ഫേസ് ഓൺ ദ വാൾ അല്ലേ? എന്തായിരുന്നു സ്റ്റോറിക്കകത്ത് ഒരാൾക്ക് എന്ത് ചെയ്യണം, ഒരാളുടെ മുഖം ചുമരിൽ തെളിഞ്ഞു വരുന്നത് പോലെയൊക്കെയുള്ള ഒരു സ്റ്റോറി എന്ത് ചെയ്യണം, ഒരാൾ ബാക്കിയുള്ള ആളുകളുടെ അടുത്ത് കഥ പറയാണ്. ഫൈനലി ആണ് നമ്മളെന്ത് മനസ്സിലാക്കിയിട്ടുള്ളത്, അതെല്ലാം വെറും അയാളുടെ ആ ഒരു സമയത്തെ ഭാവനയ്ക്ക് അനുസൃതമായിട്ട് പറഞ്ഞ ഒരു കഥയായിരുന്നു എന്നല്ലേ. അതായിരുന്നു E.V. ലൂക്കാസിൻ്റെ സ്റ്റോറിയുടെ പ്രത്യേകത. ലാസ്റ്റിൽ എന്ത് ചെയ്യും, ഒരു ട്വിസ്റ്റ് തന്നിട്ട്, അല്ലെങ്കിൽ എന്താണ്, റീഡേഴ്സിന് ഒരു ചെറിയൊരു തട്ടൽ അല്ലേ, ഒരു ചെറിയൊരു വായനക്കാരനൊരു അമളി ഫീൽ ചെയ്യുന്ന പോലെ തരത്തിലുള്ളൊരു സ്റ്റോറി ആയിരുന്നു. നമ്മൾ അതിനകത്തു നിന്നുള്ള ആക്ടിവിറ്റീസ് എല്ലാം കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ആക്ടിവിറ്റീസ് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ബാക്കിയുള്ള ആക്ടിവിറ്റീസുമായിട്ട് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമുക്ക് പേജ് നമ്പർ 52 പോവാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 52 നമുക്ക് മൂവ് ചെയ്യാം. അപ്പോൾ നോക്കിക്കേ, എന്താണ് ആക്ടിവിറ്റീസ്. സജസ്റ്റഡ് ആക്ടിവിറ്റി 1 നമുക്ക് നോക്കാം അല്ലേ. ഇവിടെ 6 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 6 പിക്ചേഴ്സും വിവിധ വെതർ അഥവാ കാലാവസ്ഥ, അല്ലെങ്കിൽ നമ്മൾ ക്ലൈമറ്റ് എന്നൊക്കെ പറയില്ലേ, ക്ലൈമറ്റിനെ വിശദീകരിക്കുന്ന 6 വേർഡ് ക്ലൗഡ്സും 6 സർക്കിളിനകത്ത് എന്തുണ്ട്, 6 വേർഡ്സും താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഫസ്റ്റ് ഓരോ പിക്ചേഴ്സിനെയും ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ്സിൽ ഏത് ഗ്രൂപ്പാണോ താഴെ കൊടുത്തിട്ടുള്ളവയിൽ മേലെ പിക്ചേഴ്സിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഒരെണ്ണം എന്താണ്, നമുക്കെന്താ കാണാൻ പറ്റുന്നത്, ഫസ്റ്റ് ഒരെണ്ണം നമുക്ക് ഏതായിട്ട് പറയാം, നമുക്ക് 5th വണ്ണാന്ന് പറയാം അല്ലേ. ആ ഒരു ക്ലൗഡിൽ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എന്ത് ചെയ്യണം, മെല്ലെ ഇങ്ങനെ മഴ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിനെ നമുക്ക് എന്ത് ഇട്ട് റിലേറ്റ് ചെയ്യാം, നമുക്ക് പറയാം അതിൻ്റെ ആൻസർ ഇതാണ്, 5th വണ്ണാണ്. എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്, ടോറൻറ്റ്, പോർ, ഡ്രിസിൽ, ഷവർ എന്ന് വരുന്നത് അല്ലേ. അപ്പോൾ നമുക്കിങ്ങനെ മെയിനായിട്ട് നമ്മൾ സാധാരണഗതിയിൽ പറയുന്ന കുറച്ച് വേർഡ്സ് നമുക്ക് പരിചയപ്പെടാം, ഒരു പുതിയ വേർഡ്സുകൾ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കാം മേ ബി. അപ്പോൾ നമുക്ക് ആ വേർഡ്സ് ഏതൊക്കെയാന്നുള്ളത് പോയിട്ട് നോക്കാം. ഇതെന്താ വായിക്കുക, ഡ്രൗട്ട് അല്ലേ. ഡ്രൗട്ട് മീൻസ് എന്താ, ഇത് വായിക്കുക DROUGHT. ഡ്രൗട്ട് മീൻസ് വരൾച്ച കേട്ടോ. ഡ്രൗട്ട് മീൻസ് വരൾച്ച മീൻസ് വെള്ളമില്ലാത്തൊരവസ്ഥ അല്ലേ, വെള്ളമില്ലാത്ത അവസ്ഥ. അപ്പോൾ നമ്മൾ ഈ വെള്ളപ്പൊക്കത്തിന് എന്താ പറയുക, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു ഫെമിലിയർ ആയിട്ടുള്ള വേർഡാണല്ലേ. ഈ അടുത്തൊക്കെ വെള്ളപ്പൊക്കമൊക്കെ വന്ന കാരണം നമ്മൾ എന്താ വെള്ളപ്പൊക്കത്തിന് പറയാറ്, ഫ്ലഡ് അല്ലേ. ഫ്ലഡ് FLOOD, ഫ്ലഡ്. അപ്പോൾ ഡ്രൗട്ടാണിത്. ഡ്രൗട്ട് മീൻസ് വരൾച്ച. ഇനി അടുത്ത വേർഡ് ഏതാ, ഇതെന്താ വായിക്കറിയോ, ഡ്രാഫ്റ്റ് എന്നാട്ടോ വായിക്കുക. ഡ്രാഫ്റ്റ് സ്പെല്ലിങ്ങിൽ DRAUGHT എന്നാണെങ്കിലും നമ്മൾ വായിക്കുമ്പോൾ ഡ്രാഫ്റ്റ് എന്നാണ് വായിക്കുക. ഡ്രാഫ്റ്റ് മീൻസ് എന്താണ് മീനിങ്, വായു പ്രവാഹം അല്ലേ. ഒരു കാറ്റ് പോലെയുള്ള ഒരു വായു പ്രവാഹം എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് ഡ്രാഫ്റ്റ് കേട്ടോ. ഒരു ഇതിൽ അകത്ത് എഫ് എന്നുള്ളതിൽ നമ്മൾ സൗണ്ടിനകത്ത് എന്ത് വരുന്നുണ്ട്, ഒരു എഫ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിനി പഠിക്കുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് ഓരോ സൗണ്ടുകൾ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി വരുന്നുണ്ട്. അപ്പോൾ ഇതെന്താ വായിക്കുക, ഡ്രാഫ്റ്റ് അഥവാ മീനിങ് എന്താ, വായു പ്രവാഹം. നെക്സ്റ്റ് വേർഡ് എന്താ, ഡ്രിസിൽ. ഡ്രിസിൽ മീനിങ് എന്താ നിങ്ങൾ അറിയുന്നുണ്ടാവുമല്ലോ. ഡ്രിസിൽ മീൻസ് ചാറ്റൽ മഴ കേട്ടോ. ഡ്രിസിൽ മീൻസ് എന്താണ്, ചാറ്റൽ മഴയ്ക്കാണ് എന്ത് പറയുക, ഡ്രിസിൽ എന്ന് പറയാം. ഡ്രിസിൽ. നെക്സ്റ്റ് വേർഡാണ് ടോറൻറ്റ്, സൈക്ലോൺ, ഹറിക്കെയിൻ അല്ലേ. ഇതൊക്കെ ഏകദേശം ഒരേ മീനിങ്ങിൽ വരുന്ന വേർഡ്സാണിത്. ടോറൻറ്റ്, സൈക്ലോൺ, ഹറിക്കെയിൻ. ഇതിൻ്റെ മീനിങ് എന്താ, ഹറിക്കെയിൻ മീൻസ് എന്താ എല്ലാം നിങ്ങൾക്ക് അറിയുന്നുണ്ടോ, നമ്മൾ മുന്നേ പഠിച്ചതാണ്. ഹറിക്കെയിൻ, സൈക്ലോൺ, ടോറൻറ്റ് എല്ലാം മീൻസ് കൊടുങ്കാറ്റ് അല്ലേ, അതിശക്തമായ കാറ്റ്. ഇതിനൊക്കെയാണ് എന്ത് പറയുക, ടോറൻറ്റ്, സൈക്ലോണൊക്കെ നിങ്ങൾ കേട്ടില്ലേ, കൊടുങ്കാറ്റ്. ഒരു തരം, അതായത് ഇങ്ങനെ ഒരു വട്ടം ചുറ്റി ചുഴലിക്കാറ്റ് പോലെയുള്ളതിനാണ് എന്താ പറയുക, സൈക്ലോൺ, ഹറിക്കെയിൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ ഈ കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുന്ന കുറച്ചധികം വേർഡ്സാണ് ഈ പറയുന്ന വേർഡ്സുകളൊക്കെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക,
ഈ വേർഡ്സുകൾ എന്ത് ചെയ്യാം, നിങ്ങൾ ഓരോ പിക്ചേഴ്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് 1, 2 എന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യാം, ഓരോ സർക്കിളിനകത്തും പറയുന്നതും ഏത് പിക്ചറിനെയാണ് കറസ്പോണ്ടിങ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ നോട്ട്ബുക്കിലോട്ട് ഈ ആക്ടിവിറ്റി കോപ്പി ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ പറയാം അല്ലേ, എന്താണ് വരൾച്ചയ്ക്ക് എന്താ പറയുക, വരൾച്ചയ്ക്ക് പറയാം ഡ്രൗട്ട്. ദെൻ നെക്സ്റ്റ് ഇതെന്താ, കൊടുങ്കാറ്റ് എന്താ പറയുക, ഹറിക്കെയിൻ, സൈക്ലോൺ, പിന്നെ ടെമ്പസ്റ്റ് എന്നും പറയാറുണ്ട് കേട്ടോ, ടെമ്പസ്റ്റ് എന്നൊക്കെ പറയുക. ഒക്കെ നിങ്ങൾക്ക് ടെക്സ്റ്റിലെ വേർഡ്സ് കാണാവുന്നതാണ്. ദെൻ ഇതും ഡ്രൗട്ട് അല്ലേ, ഡ്രൗട്ട് മീൻസ് വരൾച്ച. പിന്നെ ഒരു വായു പ്രവാഹത്തിന് എന്താ പറയുക, വായു പ്രവാഹമാണെങ്കിൽ നമുക്കതിന് ഡ്രാഫ്റ്റ് എന്ന് വിളിക്കുക. സ്പെല്ലിങ് ശ്രദ്ധിക്കണേ, ഡ്രാഫ്റ്റിൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ ചാറ്റൽ മഴയ്ക്ക് എന്താ പറയുക, ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ചാറ്റൽ മഴയാണെങ്കിൽ അത് നമുക്ക് ഡ്രിസിൽ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും നിങ്ങൾ എന്ത് ചെയ്യാം, വേർഡ്സ് മനസ്സിലാക്കിയിട്ട് വെക്കണേ. എന്തൊക്കെയാണ് പലതരം വെതർ, കാലാവസ്ഥയുടെ അവസ്ഥകളും അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള വേർഡ്സും പ്രത്യേകം നോട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പേജ് നമ്പർ 53 പോവാം. 53-നകത്ത് എന്താ, ഇവിടെ ഒരു പിക്ചർ പറയുന്നില്ലേ, അതായത് നിങ്ങൾക്ക് സ്റ്റോറിക്കകത്ത് ഉറക്കുന്നുണ്ട്. അതായത് കഥ പറയുന്ന ആളൊരു മുഖത്തെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് അല്ലേ, പറയുന്നുണ്ട് ആൾക്കൊരു ഫേസ് വാളിൽ തെളിഞ്ഞു വരുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആളെന്ത് ചെയ്യാണ്, ആ കഥക്കകത്തിലെ നെറേറ്റർ എന്ത് ചെയ്യണേ, ആ ഫേസ് ഓൺ ദ വാൾ ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാമെന്ന് വിചാരിക്കാം അല്ലേ. ആൾ പറയണത്, there was a curious curve of the nose and the forehead was remarkable. In fact, the face of an uncommon man, a man in 1000. അപ്പോൾ ഇതുപോലെ എന്ത് ചെയ്യണം, അയാൾ പറയണത് ആളുടെ നോസിന് പ്രത്യേകം ഒരു വളവുണ്ടായിരുന്നു. പിന്നെ ആളുടെ ഫോർഹെഡ് എന്താ, നെറ്റി ഒരു പ്രത്യേകം റിമാർക്കബിളായിട്ട് അല്ലേ, നോട്ട് ചെയ്യാൻ തരത്തിലുള്ള ഒന്നായിരുന്നു. പിന്നെ ആളുടെ മുഖത്തിന് എന്തൊക്കെ ഒരു പ്രത്യേകതകളുണ്ടായിരുന്നു. 1000-ൽ ഒരാൾക്ക് മാത്രം കാണപ്പെടാവുന്ന പല പ്രത്യേകതകളുമുള്ള ഒരു മുഖത്തെയായിരുന്നു ഞാൻ കണ്ടിരുന്നതെന്ന് ആൾ പറയുന്നുണ്ട്. ഇതുപോലെ ഈ പിക്ചറിനകത്തുള്ളൊരു ഒരു മുഖം കാണുന്നുണ്ട് നിങ്ങൾ, ബ്ലറാണ് പിക്ചർ, എന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പിക്ചറിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുമോ, ജസ്റ്റ് ഒന്ന് ശ്രമിച്ച് നോക്കൂ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ബോക്സിനകത്ത് കുറച്ച് ക്ലൂ വേർഡ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്താണ്, ഫോർഹെഡ് എന്താ, മുൻനെറ്റി അല്ലേ, മുൻഭാഗം, ഹെഡിൻ്റെ മുന്നത്തെ ഭാഗം. വൈഡ്, വളരെ വീതി കൂടിയ നെറ്റിത്തടക്കമുള്ള. പിന്നെ ചീക്ക് ബോൺസ്, ചീക്ക് എന്താ, ചീക്ക് മീൻസ് നമ്മളെ കവിള് അല്ലേ, കവിളിൻ്റെ എല്ലൊക്കെ വളരെ പൊന്തിയിട്ട് ഹൈ ആണ്. പിന്നെ ചെറിയ കണ്ണുകൾ, ഐസ് അല്ലേ, ചെറുതും നേരോ ഇടുങ്ങിയതുമായിട്ടുള്ള കണ്ണുകളുണ്ട്. പിന്നെ നോസ് എങ്ങനെ ഇരിക്കുന്ന, ഹുക്ഡ് അല്ലേ, ഒരു വളവുള്ളൊരു ഹുക്ക് പോലെ ഇരിക്കുന്ന നോസ് ഉണ്ട്. പിന്നെ ലിപ്സോ, ചുണ്ടുകൾ വളരെ കട്ടിയുള്ളതും തിക്ക് അല്ലേ, കട്ടിയുള്ളതും വലുതുമാണ്. പിന്നെ ചിന്ന്, കവിളൊക്കെ എന്താണ്, പ്രൊട്രൂഡിങ് മീൻസ് ഇങ്ങനെ ഉന്തിത്തള്ളി നിൽക്കുന്നത് കേട്ടോ, പ്രൊട്രൂഡിങ് മീൻസ് ഉന്തിത്തള്ളി നിൽക്കുന്നതായിരുന്നു. ഷാർപ്പാണ്. പിന്നെ ഐബ്രോസ് തിന്ന്. അപ്പോൾ ഈ പിക്ചർ ജസ്റ്റ് നോക്കിയിട്ട് നിങ്ങളിതൊന്ന് ഇത്രയും വേർഡ്സുകൾ നിങ്ങളൊന്ന് ഒന്ന് കണ്ണോടിച്ചിട്ട് പോവുക അല്ലേ. നിങ്ങൾ ഇങ്ങനെയൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാൻ തരും അല്ലേ, ഒരാളുടെ ഫോട്ടോസോ അല്ലെങ്കിൽ ഒരാളുടെ അപ്പിയറൻസെല്ലാം തന്നിട്ട് ആളെ നമ്മൾക്ക് എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്കിങ്ങനെ വേറെ ആളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാകുമ്പോൾ നമ്മൾ ഇത്തരം ഒരാളുടെ ഫിസിക്കൽ അപ്പിയറൻസിൻ്റെ എന്തൊക്കെ ഭാഗങ്ങൾ നമ്മൾ നോട്ട് ചെയ്യുക അല്ലേ. ഒരാളുടെ മുഖം, ഫോർഹെഡ് എങ്ങനെ ഇരിക്കുന്നു, ലിപ്സ് എങ്ങനെ ഇരിക്കുന്നു, ചീക്ക് ബോൺസ് എങ്ങനെ ഇരിക്കുന്നു, ചിന്ന് കവിളെങ്ങനെ ഇരിക്കുന്നു, ഐസ് നാരോ ആണോ പിന്നെ സ്മോളാണോ, ഐബ്രോസ് എങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ഇത്രയും വേർഡ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഒരാളെ ഫിസിക്കൽ അപ്പിയറൻസ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വേർഡ്സ് നിങ്ങളൊന്ന് വായിച്ചിട്ട് പോവുക കേട്ടോ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ആളുകളെ ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യും പറഞ്ഞില്ലേ ഇപ്പോൾ ജസ്റ്റ് കഴിഞ്ഞ സ്ലൈഡിൽ. അതുപോലെ ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയാറില്ലേ, എന്താണ്, എൻ്റെ മൂക്കാകെ ചുവന്ന് പോകുന്നുണ്ട്, എൻ്റെ കണ്ണുകളിലാകെ ഇരുട്ട് കയറുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കാലിങ്ങനെ കുഴഞ്ഞു പോകുന്നുണ്ട്, എൻ്റെ തലക്കകത്ത് എനിക്കൊരു പ്രത്യേക ഒരു വെയിറ്റ് ഫീൽ ചെയ്യുന്നു. നമ്മളിങ്ങനെ പറയുമല്ലോ, നമ്മൾ ഓരോ ഫിസിക്കലായിട്ടുള്ള ഓരോ ഭാഗത്തിനും എന്ത് സംഭവിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ
എക്സ്പെഷ്യലി നമ്മൾ ഡോക്ടേഴ്സിൻ്റെ ഒക്കെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കില്ലേ, അല്ലേ എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇന്ന സിംറ്റംസുകളാണ് ഉള്ളത്. എന്താ സിംറ്റംസ് മീൻസ്? എന്താ സിംറ്റംസ് മീൻസ് നമുക്ക് എന്തൊക്കെ രോഗലക്ഷണങ്ങളാണ് നമ്മൾക്ക് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഈ പിക്ചർ നോക്കി ഒരാളെ പറയുന്നുണ്ട്, എന്താണ് മൈ ഹെയർ ഈസ് ഫോളിങ് ഔട്ട് ആൻഡ് ഐ ആം ഗോയിങ് ബാൽ, അല്ല എൻ്റെ മുടി കൊയ്യുന്നു, ഞാൻ കഷണ്ടിയായി പോകുന്നു. മൈ നോസ് ഈസ് റണ്ണി, അല്ല എൻ്റെ മൂക്കിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, മൂക്കിന് ഒലിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. മൈ ഐസ് ആർ ഡ്രൈ ആൻഡ് വെതറി, എൻ്റെ കണ്ണുകളിങ്ങനെ ഇടയ്ക്ക് വെള്ളം വരുന്നു, ഇടയ്ക്ക് ഡ്രൈ ആയി പോകുന്നു. പിന്നെ ത്രോട്ട് ഡ്രൈ ആകുന്നു. ഇങ്ങനെ നമ്മൾ ഓരോ രോഗലക്ഷണങ്ങളൊക്കെ നമ്മൾ ഓരോന്നായിട്ട് പറയാറില്ലേ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. പിന്നെ നമ്മൾ പറയുന്നതാണ് എന്താ എൻ്റെ കാലെന്ത് ചെയ്യുന്നുണ്ട്, വീക്കായി പോകുന്നു. ഇങ്ങനെ പല രോഗത്തെക്കുറിച്ച് നമ്മൾ പലതായിട്ട് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതുപോലെ ഒരു ആക്ടിവിറ്റി ഞാൻ തരാൻ പോകുന്നത്, നമ്മളിപ്പോൾ എല്ലാവരും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാൻഡമിക് ഉണ്ടല്ലോ, കോവിഡ്. അപ്പോൾ കോവിഡിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് പ്രത്യേകിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കേണ്ട ആവശ്യമൊന്നും വരുന്നുണ്ടാവില്ല, അല്ലെ. നമ്മളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകളൊക്കെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു മഹാമാരിയാണ് കോവിഡ്. അപ്പോൾ നിങ്ങൾക്ക് എഴുതേണ്ടത് എന്താണ്, യു ഹാവ് ടു റൈറ്റ് ദ സിംറ്റംസ് ഓഫ് COVID-19. അപ്പോൾ അങ്ങനെ എഴുതുക, വാട്ട് ആർ ദി കോമൺ സിംറ്റംസ് ഓഫ് COVID-19. അപ്പോൾ നമ്മൾക്കിപ്പോൾ എന്തൊക്കെയാണ് പൊതുവെ വരുന്നത്, COVID-19-ൻ്റേതായിട്ട് നമുക്ക് എങ്ങനെയൊക്കെ എഴുതാൻ പറ്റും, നിങ്ങൾക്ക് അറിയാം അല്ലേ. നമുക്കിപ്പോൾ ജസ്റ്റ് പറയുകയാണെങ്കിൽ എന്താ, ടെമ്പറേച്ചർ അല്ലേ, റൈസ് ഇൻ ദ ടെമ്പറേച്ചർ, ചൂട് കൂടുന്നു. പിന്നെ എന്താ, സിവിയർ ഹെഡേക്ക്, കടുത്ത തലവേദന ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ വേറെ എന്താണ്, കഫ് അല്ലേ, ചുമ വരാറുണ്ട്. പിന്നെ ചിലർക്ക് ജലദോഷം വരാറുണ്ട്. പിന്നെ ലോസിങ് ദ സെൻസിങ് ഓഫ് സ്മെല്ല് അല്ലേ, സ്മെല്ല് ചെയ്യുന്ന ആ ഒരു സെൻസ് നഷ്ടപ്പെടുന്നു. പിന്നെ വേറെ എന്തൊക്കെയോ അല്ലേ, ബോഡി വീക്കായിട്ട് പോകുന്നു, ചിലർക്ക് ഛർദി വരുന്നു, വോമിറ്റിങ്. അപ്പോൾ ഇങ്ങനെയുള്ള സിംറ്റംസ് നമുക്ക് കോമൺ ആയിട്ട് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഇങ്ങനെ ഒരു കോവിഡിൻ്റെ ഒരു 5 സിംറ്റംസ് എഴുതിക്കുക. നിങ്ങൾ ഏതൊക്കെ ഭാഗത്തിന് എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് ഈ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ആ വേർഡ്സ് അല്ലേ, ആ ഒരു പിക്ചർ കണ്ടില്ലേ, ഈ പിക്ചറിൽ കാണുന്ന പോലെ എന്ത് ചെയ്യുക, ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇവിടെ പിന്നെ പറയുന്നുണ്ട് എന്താണ്, മൈ ഹെഡ് ഹേർട്സ്, എനിക്ക് തലവേദനിക്കുന്നു. ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, എന്തൊക്കെയാണ് കോമൺ സിംറ്റംസ് ആയിട്ട് COVID-19 ഇതായിട്ട് നമുക്ക് പറയാം അല്ലേ. സിംറ്റംസ് മീൻസ് രോഗലക്ഷണങ്ങൾ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു 5 സിംറ്റംസ് നിങ്ങൾ താഴോട്ട് പോയിൻ്റ് ആക്കിയിട്ട് എഴുതുക. ഇവിടെ ചെറിയൊരു നോട്ട് കണ്ടോ, എന്താണ്, കോമൺ ഡിസീസസ് ലൈക്ക് ഹെഡ് ഏക്ക്, കോൾഡ്, ഫീവർ എക്സെട്ര ടേക്ക് ദ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എ ഓർ ആൻ അല്ലേ. നമുക്ക് പൊതുവായിട്ട് വരുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ്, പനി, തലവേദന, ചുമ, ജലദോഷം. അപ്പോൾ ഇത്തരം രോഗങ്ങളെക്കുറിച്ച് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുമ്പം അതിന് മുമ്പിൽ നമ്മൾ എന്താ കൊടുക്കുക, എയോ ആൻ, അതാണ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ കേട്ടോ. ഡെഫിനിറ്റ് അല്ലാത്തതിന് നമ്മൾ എന്താ പറയും, ഇൻഡെഫിനിറ്റ്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ആർട്ടിക്കിളാണ് എ ഓർ ആൻ. അപ്പോൾ ഇത്തരം നമ്മൾ ഹെഡ് ഏക്ക്, കോൾഡ്, ഫീവർ, ഇൻഫ്ലുവൻസ, ചിക്കൻ പോക്സ്. അപ്പോൾ ചിക്കൻ പോക്സ് വരെ നമ്മൾ ഫീവർ വരെ, ഹെഡ് ഏക്ക്, കോൾഡ്, ഫീവറൊക്കെ നമ്മൾ അതിൻ്റെ മുന്നേ എന്ത് കൊടുത്തു, എ കൊടുത്തു. കോമൺ അല്ലെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട. അതായത് അതിന് താഴെ കണ്ടില്ലേ, ഇൻഫ്ലുവൻസ പോലത്തെ അസുഖം, ചിക്കൻ പോക്സ്, ക്യാൻസറൊക്കെ അത്ര കോമൺ അല്ലല്ലോ, ഇത് സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങളല്ലേ. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ എന്ത് കൊടുക്കരുത്, ഒന്നും കൊടുക്കണ്ട. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളായിട്ടുള്ള എയും ആനും വേണ്ട, ജസ്റ്റ് ആ രോഗങ്ങൾ മാത്രം നമ്മൾ മെൻഷൻ ചെയ്യുക. അപ്പോൾ നമ്മൾ സിംറ്റംസ് ഓഫ് കോവിഡ് പറഞ്ഞല്ലോ. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള വേർഡ്സ് കണ്ടില്ലേ, ഇവിടെ ഇപ്പോൾ ഇൻഫ്ലുവൻസയുടെ സിംറ്റംസാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. ഡോക്ടറെ അടുത്ത് പോയിട്ട് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുക, എനിക്ക് ഇൻഫ്ലുവൻസ ഉണ്ടെന്നുള്ളത്. ഫിയർ ഓഫ് ഫീലിംഗ് ഫീവറിഷ് അല്ലേ, പനിയുണ്ട്. സോർ ത്രോട്ട്, എന്താണ്, തൊണ്ടവേദനയുണ്ട്. മസിൽ ഓർ ബോഡി ഏക്സ്, മസിൽ പെയിൻ ഉണ്ട്. ഫാറ്റി പറഞ്ഞാൽ എന്താണ്, ഫാറ്റി മീൻസ് വളരെയധികം ക്ഷീണം അല്ലേ. എന്താണ്, സിവിയർ ക്ഷീണത്തിനാണ് നമ്മളെന്ത് പറയുക, കടുത്ത ക്ഷീണം. ചെറുതല്ല, വളരെ കടുത്ത ക്ഷീണമാണ് ഫാറ്റി. പിന്നെ കഫ്, പിന്നെ റണ്ണി ഓർ സ്റ്റഫി നോസ്, ഹെഡ് ഏക്ക്, വോമിറ്റിംഗ് ആൻഡ് ഡയറിയ അല്ലേ. വോമിറ്റിംഗ് പറഞ്ഞാൽ ഛർദി, ഡയറിയ എന്താ, വാട്ട് ഈസ് ഡയറിയ പറഞ്ഞാൽ വയറിളക്കം പിടിക്കുക കേട്ടോ. വോമിറ്റിംഗ് ആൻഡ് ഡയറിയ പൊതുവെ
ചില അസുഖത്തിനൊക്കെ കോമൺ ആയിട്ട് ഒരുമിച്ച് വരുന്നൊരു സിംറ്റംസ് ആണ് എന്ത്, വയറിളക്കവും ഛർദിയും. അപ്പോൾ ഛർദിയാണ് വൊമിറ്റിങ്, ഡയറിയ, വയറിളക്കം. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയേ, നെക്സ്റ്റ് ആക്ടിവിറ്റി. ഇവിടെ കുറച്ചധികം എന്ത് കൊടുത്തിട്ടുണ്ട്, വേർഡ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ വേർഡ്സ് എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സാണ്. ഈ വേർഡ്സിൻ്റെയൊക്കെ മീനിങ് നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്യുക. ഇവിടെ അക്യൂട്ട്, നിങ്ങൾ ഡിക്ഷണറി പോയിട്ട് ഈ വേർഡ്സിൻ്റെ മീനിങ് നിങ്ങൾ കണ്ടെത്തണം. അക്യൂട്ട്, മൈൽഡ്, അഡ്വാൻസ്ഡ്, കണ്ടാജിയസ്, സീരിയസ്, കൊമാറ്റോസ്, ക്യൂറബിൾ, ഓൾട്ടർ, ടെർമിനൽ, ട്രോമാറ്റിക്, സിവിയർ, മാലിഗ്നൻ, മോർട്ടൽ, ക്രോണിക്, ബിനൈൻ, സിങ്കിങ്, സ്റ്റേബിൾ, മൾട്ടിപ്പിൾ, ഓപ്പറബിൾ. അപ്പോൾ ഇത്രയും വേർഡ്സിൻ്റെ മീനിങ് നിങ്ങൾ എന്ത് ചെയ്യാം, കണ്ടെത്തുക. അതുപോലെ തന്നെ ക്രിറ്റിക്കൽ എന്ന വേർഡിന് സമാനമായിട്ട് വരുന്ന വേർഡ്സുകൾ എന്ത് ചെയ്താൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് എഴുതുക കേട്ടോ. വെരി സിമ്പിളാണ്, നിങ്ങൾക്ക് ജസ്റ്റ് ഡിക്ഷണറി പോയിട്ട് ഈസി ആയിട്ട് കണ്ടെത്താവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് കമ്മിങ് ടു പേജ് നമ്പർ 55. ഇവിടെ എന്താണ്, നമ്മുടെ സ്റ്റോറിക്കകത്തുള്ള ഡാഫ്നിയിലെ അദ്ദേഹം ഇന്ത്യയിൽ വന്നിട്ടുണ്ട് വെക്കേഷന്. ആ സമയത്ത് അദ്ദേഹം ഹിന്ദു ന്യൂസ് പേപ്പറിൽ കുറച്ചധികം ന്യൂസ് പേപ്പർ റിപ്പോർട്ടുകളും അതിൻ്റെ കറസ്പോണ്ടിങ് ഹെഡിങ്സും കാണുന്നുണ്ട്. അപ്പോൾ നമുക്കത് എന്ത് ചെയ്യണം, അത് മാച്ച് ചെയ്യണം ഓരോ ന്യൂസ് പേപ്പർ റിപ്പോർട്ടും അതിൻ്റെ ഹെഡിങ്ങുമായിട്ട്. ഹെഡ്ലൈൻസ് ഉണ്ട്, ഇപ്പുറത്ത് ന്യൂസ് ഐറ്റംസ് ഉണ്ട്. കോളം എയിലും ന്യൂസ് ഹെഡ്ലൈൻസ് കൊടുത്തിട്ടുണ്ട്, കോളം ബിക്കകത്ത് എന്താണ് ന്യൂസ് ഐറ്റം എന്നുള്ളത്. അപ്പോൾ അതിനകത്ത് ചിലയിടത്ത് നമുക്ക് ഫില്ല് ചെയ്യാനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ന്യൂസ് റിപ്പോർട്ടുകൾ. ഹെഡ്ലൈന്, ന്യൂസ് ഹെഡ്ലൈൻ പറഞ്ഞാൽ പത്രത്തിൻ്റെ വാർത്തയുടെ തലക്കെട്ടാണ് ഹെഡ്ലൈൻ കേട്ടോ. ഹെഡ്ലൈൻ മീൻസ് തലക്കെട്ടുകൾ. ഫസ്റ്റ് വൺ എന്താ, മർഡർ സസ്പെക്റ്റ് ഐഡൻറ്റിഫൈഡ് അല്ലേ, ഒരു കൊലയാളിയെ എന്ത് ചെയ്തു, കണ്ടെത്തി. അപ്പോൾ അതിനുള്ള ന്യൂസ് ഏതാണ്, ദ മർഡർ സസ്പെക്റ്റ് ഹാസ് ബീൻ ഐഡൻറ്റിഫൈഡ് ബൈ ദ പോലീസ്. അപ്പോൾ എന്താ പറയുന്നത്, പോലീസ് കൊലയാളി എന്ന് സംശയിക്കുന്ന ഒരാളെ കണ്ടെത്തിയിട്ടുണ്ട്. നെക്സ്റ്റ്, കിഡ്സ് ടോട്ട് ഫ്രഞ്ച് അറ്റ് 3. കുട്ടികൾ എന്ത് ചെയ്യുന്നു, 3-ാമത്തെ വയസ്സിൽ ഫ്രഞ്ച് പഠിക്കുന്നു. അപ്പോൾ അതിൻ്റെ ന്യൂസ് ഏതാണ്, സെക്കൻഡാണ് അല്ലേ. എന്താണ്, കിഡ്സ് ഈസ് ബീൻ ടോട്ട് ഫ്രഞ്ച് അറ്റ് ഏജ് ഓഫ് 3. കുട്ടികളെ എന്ത് ചെയ്യുന്നു, 3-ാമത്തെ വയസ്സിൽ ഫ്രഞ്ച് പഠിപ്പിക്കുന്നു. നെക്സ്റ്റ്, ഗേൾ ക്യാൻഡ് ബൈ കോപ്പ് അല്ലേ, ഗേൾ ഈസ് ക്യാൻഡ് ബൈ കോപ്പ്. അപ്പോൾ എന്താ പറയുന്നത്, 11-year-old girl canned publicly by a traffic cop in the state capital on Wednesday. Next, Aliens franchise national quiz contest to be held. ഏതാണ് ന്യൂസ്, എ നാഷണൽ ക്യൂസ് കോണ്ടെക്സ്റ്റ് വിൽ ബി ഹെൽഡ് at the Tagore Sanitary Hall on 3rd February by Aliens franchise. Mothers ask nearly 300 questions a day. ന്യൂസ് ഏതാണ്, mothers are asked nearly 300 questions a day by their children, a recent survey said. അപ്പോൾ ഇവിടെ നോക്കിയ ഒരു വ്യത്യാസം എനിക്ക് മനസ്സിലാകുന്നുണ്ടോ, ഓരോ തലക്കെട്ടുകൾ കൊടുത്തിട്ടുണ്ട്. ആ തലക്കെട്ടുകളുടെ ന്യൂസ് പത്രത്തിൽ വരുമ്പോൾ അത് ചെറിയൊരു മാറ്റം വരുന്നുണ്ട്. ന്യൂസിൽ നമ്മൾ തലക്കെട്ടുകൾ ഏറ്റവും ഷോർട്ടാക്കിയിട്ട് കൊടുക്കും, പിന്നെ അതിൻ്റെ വിശദീകരണമായിരിക്കും നമുക്ക് എവിടെ കിട്ടുക, താഴെ ന്യൂസിൽ നിന്നുള്ള ഭാഗത്ത് നമുക്ക് വായിക്കാൻ കിട്ടുന്നത്. അപ്പോൾ ചെറിയൊരു മാറ്റം ഉണ്ടല്ലേ, ലാംഗ്വേജ് ചെറിയൊരു മാറ്റമുണ്ട്. മീനിങ് സെയിം ആണെങ്കിൽ കൂടെ അത് പ്രസൻറ്റ് ചെയ്യുന്ന രീതിയിലൊരു ചെറിയൊരു മാറ്റം നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇത് ഫില്ല് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പേജ് നമ്പർ 57 വരാം. പേജ് നമ്പർ 57 എന്താണ് നോക്കിയാൽ ആക്ടിവിറ്റി 3 ഡാഫ്നിയില്ലേ, നമ്മുടെ സ്റ്റോറിക്കകത്തെ ഡാഫ്നിയും അദ്ദേഹത്തിൻ്റെ ഫാമിലി എന്താണ്, അവരൊരു ട്രിപ്പിലാണ് അല്ലേ, അവർ ട്രിപ്പിലാണ്. അങ്ങനെ അവരൊരു ഹോട്ടലിൽ സ്റ്റേ ചെയ്യുന്നു. പിന്നെന്താണ്, അവരൊരു സ്കൂൾ വിസിറ്റ് ചെയ്യുന്നു, അവരൊരു സ്റ്റുഡിയോയിലോട്ട് പോയിട്ടുണ്ട്, അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യാണ്, അവർ കുറച്ചധികം കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്.
അപ്പോൾ അതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, അതേ സ്ട്രക്ചറിൽ നമ്മൾ താഴെ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്താണ്, ഫസ്റ്റ് വൺ ഒരു സ്കൂളിൻ്റെ പിക്ചറാണ്. അപ്പോൾ സ്കൂളിൽ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ താഴെ എഴുതുക, അല്ല എങ്ങനെ എഴുതാം. അപ്പോൾ അവിടെ ഫസ്റ്റ് എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുള്ള എന്താണ്, ഡിസിപ്ലിൻ ഈസ് ടോട്ട്, അല്ലേ, എന്താണ്, അച്ചടക്കം പഠിപ്പിക്കുന്നു, ഡിസിപ്ലിൻ ഈസ് ടോട്ട്. പിന്നെ അതുപോലെ നമുക്ക് ആ സ്ട്രക്ചറിൽ നമുക്ക് എന്ത് ചെയ്താം, ടോട്ട്, അല്ലേ, ടോട്ട് എന്നുള്ള എന്താണ് ഒരു V3 ഫോമാണ്. അപ്പോൾ നമ്മൾ മുന്നേ ക്ലാസ്സിൽ V1 V2 V3 ഒക്കെ മുന്നേ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. ഞാൻ ഓഫ്ലൈൻ ക്ലാസ്സിലും എടുത്തിട്ടുണ്ട്, ഓൺലൈൻ ക്ലാസ്സിലും എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സെക്ഷൻ വായിക്കുന്നതിന് മുന്നായിട്ട് ആ V1 V2 V3 ഫോമുകളൊക്കെ ഒന്ന് നോക്കിയിട്ടിരിക്കുക, അല്ലേ. V3 ആണ് നമ്മൾ പറയാറ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അല്ലേ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്താണ് സീ, സോ, സീൻ, അതുപോലെ തന്നെ എന്താണ് കം, കെയിം, കം, അല്ലേ, വന്നിട്ടുള്ള, കുടിച്ചിട്ടുള്ള, ഇങ്ങനെ ഫോമിൽ വരുന്ന വേർഡ്സ് നമ്മൾ എന്താ പറയുക, V3 ഫോം എന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ സെൻറ്റൻസുകൾ എഴുതുമ്പോൾ എന്തായിട്ട് എഴുതുക, നമ്മൾ V3 ഫോമിൽ എഴുതുക. ഓക്കെ. പിന്നെ അപ്പോൾ സബ്ജക്ട്സ് ആർ ലേൺ, അല്ലേ, എന്താണ് വിഷയങ്ങൾ പഠിപ്പിക്കുന്നു. കോൺഫിഡൻസ് ഈസ് ബിൽറ്റ്, എന്താണ് കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുന്നു. നോളജ് ഈസ് ഗിവൺ, അറിവ്, വിവരം കൊടുക്കുന്നു. അതിങ്ങനെയൊക്കെയാണ് ഒരു സ്കൂളുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് എഴുതാൻ കഴിയുന്നത്. ഇനിയിപ്പോൾ അതൊരു ഹോട്ടലാണെങ്കിലോ, ഹോട്ടലാണെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ എഴുതാം. മീൽസ് ആർ സെർവ്ഡ്, അല്ലേ, എന്ത് ചെയ്യുന്നു, ഭക്ഷണം അഥവാ ഊണെല്ലാം സെർവ് ചെയ്യുന്നു. പിന്നെ സെലിബ്രേഷൻസ് ആർ ഹെൽഡ്, സെലിബ്രേഷൻസ് പറഞ്ഞാൽ ആഘോഷങ്ങളെല്ലാം നടത്തുന്നു. പിന്നെ മീറ്റിംഗ്സ് ആർ കണ്ടക്റ്റഡ്, ബിൽസ് ആർ പെയ്ഡ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ എഴുതുമ്പോൾ അത് V3 ഫോമിലാക്കിയിട്ട് എഴുതുക. ആഘോഷങ്ങൾ നടത്തുന്നു, മീറ്റിങ്സുകൾ നടത്താനുള്ള ഇങ്ങനെയുള്ളൊരു മീനിങ്ങിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യാം, V3 ഫോം അഥവാ വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, ആ V1 V2 V3 ഫോമുകൾ പോയിട്ട് എന്താണ് V1 ഫോം, ഒരു വെർബിൻ്റെ അഥവാ ഒരു ക്രിയയുടെ V1 ഫോം എന്താണ്, അതിൻ്റെ മീനിങ് എന്താണ്, V2 എന്താണ്, V3 എന്താണ് നിങ്ങൾ അറിഞ്ഞിരിക്കുക കേട്ടോ. V2 നമ്മൾ പറഞ്ഞിട്ടായിരുന്നു, V2 പറഞ്ഞാൽ പാസ്റ്റാണ്, V3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പോൾ നമ്മളിവിടെ ഈ എക്സാമ്പിൾ കൊടുത്തിട്ടുള്ള ഓരോന്നിലും V3 ഫോമാണ്, വെർബിൻ്റെ V3 ഫോമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഇതുപോലെ നമ്മളൊരു സ്റ്റുഡിയോനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ്, സ്റ്റുഡിയോനെ കുറിച്ച് നമുക്ക് എന്താ പറയാം, ഫോട്ടോസ് ആർ ടേക്കൺ, അല്ലേ, അവിടെ ഫോട്ടോസ് എടുക്കുന്നു. ദെൻ പ്രിൻസ് ആർ ടേക്കൺ, പ്രിൻസ് എടുക്കുന്നു. ആൽബംസ് ആർ ക്രിയേറ്റഡ്, ആൽബംസ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നു. കാർഡ്സ് ആർ പ്രിൻറ്റഡ്, കാർഡുകൾ എന്ത് ചെയ്യുന്നു, പ്രിൻറ്റ് ചെയ്യുന്നു. ഇതുപോലെ ഇനി നിങ്ങളിവിടെ ഫില്ല് ചെയ്യുക കേട്ടോ. ഫോർത്ത് വണ്ണ് ഹോസ്പിറ്റൽ കൊടുത്തിട്ടുണ്ട്. ഹോസ്പിറ്റലിന് എന്തൊക്കെയാണ്, ഒരു എക്സാമ്പിൾ ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. പേഷ്യൻസ് ആർ ട്രീറ്റഡ്, രോഗികൾ അവിടെ പരിചരിക്കുന്നു, അല്ലേ, രോഗികൾ അവിടെ പരിചരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്താണ് ഇതുപോലെ ഉപയോഗിക്കുന്ന വേർഡാണ് എന്ത്, V3 ഫോം. ഇപ്പോൾ അതായിട്ട് എന്താണ് ഒരു കാര്യം ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ പറയുക, അല്ലേ, ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നതാണ് എന്ത്, V3 ഫോം, അല്ലേ, ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ എന്താണ് നമുക്ക് പറയുന്നത്, ഞാൻ സിംഗപ്പൂരിൽ പോയിട്ടുണ്ട്, ഞാൻ ജ്യൂസ് കുടിച്ചിട്ടുണ്ട്, ഞാൻ സിനിമ കണ്ടിട്ടുണ്ട്, എനിക്ക് അല്ലെങ്കിൽ എന്താണ് അതെനിക്ക് കിട്ടിയിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ പറയുന്നത് നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഒരു വെർബിൻ്റെ V3 ഫോം നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഹോസ്പിറ്റലിൻ്റെ അവിടെ എന്ത് ചെയ്യാം, നിങ്ങളത് ഫില്ല് ചെയ്തിട്ട് എഴുതണം. ഓക്കെ, അത് പേജ് നമ്പർ 58 വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, എല്ലാ കോളംസും 57 ഹോസ്പിറ്റൽ, അതുപോലെ മീൽസ്, ഹോസ്പിറ്റലിനെ കുറിച്ച്, ഹോട്ടലിനെ കുറിച്ചുള്ളതെല്ലാം ഫില്ല് ചെയ്തിട്ട് നിങ്ങളത് എഴുതുക. അപ്പോൾ നമുക്കിനി നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, അതായത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സെൻറ്റൻസ്, നമുക്ക് ചില സെൻറ്റൻസുകൾ ആക്റ്റീവ് വോയിസ് ഉണ്ടായിരിക്കും, ചില സെൻറ്റൻസുകൾ പാസീവ് വോയിസ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഒരു സ്ലൈഡിനകത്ത് നിങ്ങൾക്ക് ഒരു ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്, ഒരു വെർബ്, ഒരു വാക്യത്തിൻ്റെ ആക്റ്റീവ് വോയിസും അതേ വാക്യത്തിൻ്റെ തന്നെ പാസീവ് വോയിസും റൈറ്റ് ഭാഗത്തിലും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എന്താണ് നമുക്ക് പറയാം, എന്താണ് രാജു പാമ്പിനെ കൊന്നു, അല്ലേ. അപ്പോൾ ഇവിടെ രാജു പാമ്പിനെ കൊന്നു എന്ന് പറയുമ്പോൾ ഇതിനകത്ത്
മെയിനായിട്ടുള്ള ഒരു സബ്ജക്റ്റ് അല്ലേ, ആ കാര്യം ചെയ്ത ആളാരാണ്? നമ്മൾ രാജുവിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. കാരണം അവിടെ ആ പാമ്പിനെ കൊന്നു എന്നുള്ള ആ ഒരു ക്രിയ ചെയ്ത വ്യക്തി ആരാണ്? രാജുവാണ്. അപ്പോൾ ഇതാണ് ആക്റ്റീവ് വോയിസ്. ആക്റ്റീവ് വോയിസിൽ എന്താണ്? ചെയ്ത ആൾക്ക് അല്ലേ, കർത്താവിനാണ് നമ്മൾ എന്ത് കൊടുക്കുക? പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ രാജു പാമ്പിനെ കൊന്നു. ഇതേ വാക്ക് നമുക്ക് എങ്ങനെ പാസീവ് വോയിസിലായിട്ട് പറയാം? അപ്പോൾ അവിടെ പാസീവ് വോയിസിലാക്കുമ്പോൾ അവിടെ രാജുവിന് എന്തില്ല? ഇമ്പോർട്ടൻസ് ഇല്ല. നമ്മളെങ്ങനെ പറയാം? പാമ്പ് രാജുവിനാൽ കൊല്ലപ്പെട്ടു അല്ലേ. അപ്പോൾ ഇവിടെ ഇതിനകത്ത് ആർക്ക് വലിയ റോളില്ല? രാജുവിന് വലിയ റോളില്ല. ഇവിടെ ആർക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത്? പാമ്പിന്. പാമ്പ് എന്ത് ചെയ്തു? കൊല്ലപ്പെട്ടു. ആരാൽ? രാജുവിനെ കൊണ്ട്. അപ്പോൾ ഇവിടെ പാമ്പിനാണ് നമ്മൾ ഫോക്കസ് കൊടുത്തത്. അപ്പോൾ ഇതാണ് ഈ രണ്ടും, ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ആക്റ്റീവ് വോയിസ് നമ്മൾ എന്ത് ഉപയോഗിക്കും? ഇവിടെ നോക്കിയേ, ആക്റ്റീവ് വോയിസ് നമ്മൾ വെർബിൻ്റെ ഫസ്റ്റ് ഫോം ഉപയോഗിക്കും, അഥവാ V1 ഉപയോഗിക്കുന്നു. പാസീവ് വോയിസിലാകുമ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? തേർഡ് ഫോം ഉപയോഗിക്കുന്നു. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ നോക്കിയേ, ഗേൾ ക്ലിക്സ് സെൽഫി അല്ലേ. പെൺകുട്ടി എന്ത് ചെയ്യുന്നു? സെൽഫി ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്കത് എങ്ങനെ പറയാം? പെൺകുട്ടിയാൽ ഒരു സെൽഫി ക്ലിക്ക് ചെയ്യപ്പെട്ടു അല്ലേ. ഇങ്ങനെ ഈ പെട്ടു എന്നൊക്കെ മലയാളത്തിൽ വരുന്ന ഒരു മീനിങ്ങിലാണ് എന്ത് വരിക? പാസീവ് വോയിസ് വരിക. ഫസ്റ്റിലാണെങ്കിലോ, ആക്റ്റീവിലാണെങ്കിലോ പെൺകുട്ടി ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്തു. രണ്ടാമത്തിലാണ് ഇപ്പോൾ എന്താ ചെയ്തു? ഒരു ക്ലിക്ക് പെൺകുട്ടിയാൽ ചെയ്യപ്പെട്ടു, ഒരു സെൽഫി പെൺകുട്ടിയാൽ ചെയ്യപ്പെട്ടു. അപ്പോൾ സെൽഫി ഈസ് ക്ലിക്ക്ഡ് ബൈ വെർബ്. അപ്പോൾ പാസീവ് വോയിസിലെ വെർബ് എന്താണ്? ഒരു ED ആഡ് ചെയ്തു, അഥവാ വെർബിൻ്റെ തേർഡ് ഫോമാണ്, അഥവാ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഓക്കെ, ഗേൾസ് ക്ലിക്ക് സെൽഫി. അപ്പോൾ അതെങ്ങനെ വരും? സെൽഫി ഈസ് ക്ലിക്ക്ഡ് ബൈ ഗേൾസ്. മേലെ ഗേളായിരുന്നു, ഇവിടെ ഗേൾസായി. ആ ഒരു മാറ്റേ വരുന്നുള്ളൂ. ഇനിയോ ഗേൾസ് ക്ലിക്ക് സെൽഫീസ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഈസ് ഉള്ളത് ആറായിട്ട് മാറും. കാരണം എന്താണ്? മേലെയൊക്കെ സെൽഫി ഉള്ളൂ, ഒരെണ്ണേ ഉള്ളൂ. അപ്പം നമ്മൾ ഈസ് പറഞ്ഞാൽ മതി. ഇവിടെ എന്ത് യൂസ് ചെയ്യണം? ആറ് യൂസ് ചെയ്യണം. കാരണം എന്താണ്? സെൽഫികളാണ്. അപ്പോൾ സെൽഫീസ് അല്ലേ. ഇവിടെ പറയുന്നത് എന്താണ്? ഇവിടെ നമുക്ക് വരുന്ന സബ്ജക്റ്റ് ഏതാണ്? സബ്ജക്റ്റ് സെൽഫി. അപ്പോൾ സെൽഫീസ് ആർ ക്ലിക്ക്ഡ് ബൈ ഗേൾസ് അല്ലേ. സിംഗുലറാണ് നമ്മൾ ഈസ് യൂസ് ചെയ്യുന്നു. പിന്നെ പ്ലൂരലാണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? ആറ് യൂസ് ചെയ്യുന്നു. അപ്പോൾ നീ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കുറച്ച് നമുക്ക് എക്സാമ്പിളും കൂടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നെക്സ്റ്റ് കമ്മിങ് ടു പേജ് നമ്പർ 60 അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഇതുപോലെ എന്ത് ചെയ്യണം? നമ്മളിവിടെ ഒരു ക്ലാസ് റൂമിനകത്ത് പേജ് നമ്പർ 60 എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പിക്ചർ കാണുന്നുണ്ട് അല്ലേ. രണ്ട് കുട്ടികൾ ഒരു ക്ലാസ്സിൽ ഇരുന്നിട്ട് ഒരു ടീച്ചർ അവരെന്തൊക്കെയോ പഠിപ്പിക്കുന്നുണ്ട് അല്ലേ. ടീച്ചർ എന്ത് ചെയ്യുന്നുണ്ട്? മാത്സാണ് പഠിപ്പിക്കുന്നത്. പിന്നെയോ ഒരു പെൺകുട്ടി ബുക്ക് ഓപ്പൺ ചെയ്ത് അവൾ ബുക്ക് വായിക്കുന്നുണ്ട്. പിന്നെ ടീച്ചറുടെ കയ്യിലൊരു ചൂരൽ വടിയുണ്ട്, അതുമായിട്ട് ബോർഡിലോട്ട് പോയിൻ്റ് ചെയ്യുന്നു. പിന്നെ അവിടെ പെന്ന് യൂസ് ചെയ്യുന്നുണ്ട്, അവർ പേപ്പർ യൂസ് ചെയ്യുന്നുണ്ട്, ബോർഡിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എങ്ങനെ പറയാം? മാത്സ് അല്ലേ. മാത്സ് ആണ് അവിടെ പഠിപ്പിക്കുന്നത്. നമുക്ക് എങ്ങനെ പറയാം? മാത്സ് ഈസ് ബീൻ ടോട്ട് അല്ലേ. മാത്സ് അവിടെ പഠിക്കപ്പെടുന്നു. ബുക്ക് ഈസ് ബീൻ റെഡ്, ബുക്ക് അവിടെ വായിക്കപ്പെടുന്നു. കെയിൻ ഈസ് ബീൻ യൂസ് ടു പോയിൻറ്റ്, എന്താണ്? ചുരുൾവടിയാൽ അവിടെ ചുരുൾവടിയാണ് ചൂണ്ട് കാണിക്കപ്പെട്ട് ഉപയോഗിക്കുന്നത്. പേപ്പർ ഈസ് ബീൻ റിട്ടൺ ഓൺ ഇറ്റ് അല്ലേ. പേപ്പറിൽ എന്ത് ചെയ്തിട്ട്? പേപ്പറിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. പെൻ ഈസ് ബീൻ യൂസ്ഡ്, പേന അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ബോർഡ് ഈസ് ബീൻ റിട്ടൺ ഓൺ, ചുമരിൽ ബ്ലാക്ക് ബോർഡിൽ അഥവാ ബോർഡിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനാണ് നമ്മളിപ്പോൾ ഇവിടെയൊക്കെ ഒരു ഈസ് ബീൻ എന്ന് കണ്ടില്ലേ അല്ലേ. ദ ബുക്ക് ഈസ് ബീൻ റെഡ്. അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? ഈ ബി എന്നുള്ളത് ഉപയോഗിക്കുക അല്ലേ. ചുമരിൽ അഥവാ ബോർഡിൽ എഴുതപ്പെട്ടിട്ടുണ്ട്, ബുക്ക് വായിക്കപ്പെട്ടിട്ടുണ്ട്, മാത്സ് അവിടെ പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ടെന്നുള്ളതിനൊക്കെ നമ്മൾ ഈസ് ബീൻ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ചെറിയ മാറ്റം. എന്താണ്? പാസീവ് വോയിസും ആക്റ്റീവ് വോയിസുമായിട്ടുള്ള മാറ്റം. ഇപ്പോൾ നമുക്ക് പറയണത് സ്വർണ്ണ ബിരിയാണി കഴിച്ചു. അപ്പോൾ ഇതൊരു ആക്റ്റീവ് വോയിസാണ്. ഇവിടെ മെയിനായിട്ടുള്ള കർത്താവരാണ്? സ്വർണ്ണയാണ് അല്ലേ. സ്വർണ്ണ ബിരിയാണി കഴിച്ചു. അപ്പോൾ അത് പാസീവ് ആക്കുമ്പോൾ അതിൻ്റെ മീനിങ് എങ്ങനെ വരും?
ബിരിയാണി സ്വർണ്ണയാൽ കഴിക്കപ്പെട്ടു. അപ്പോൾ രണ്ടാമത്തിൽ എന്തായി? ആർക്കാണ് ഇമ്പോർട്ടൻസ് വന്നത്? ബിരിയാണിക്കാണ് ഇമ്പോർട്ടൻസ് വന്നത്. ബിരിയാണി എന്തായി? കഴിക്കപ്പെട്ടു. ആരോ സ്വർണ്ണ അതിനെ കഴിച്ചു എന്നുള്ളതിലും. അപ്പോൾ രണ്ടാമത്തെ പാസീവ് ആകുമ്പോൾ അവിടെ ഒബ്ജക്റ്റിനാണ് ഇമ്പോർട്ടൻസ് വരിക. ഇതുപോലെ എക്സാമ്പിൾ വരുന്നതാണ് പേജ് നമ്പർ 61 ആക്ടിവിറ്റി 6. അപ്പോൾ ഇവിടെ ഇവരൊരു എന്താണ് നമ്മുടെ ഡാബിനേക്ക് എന്താണ് ഒരു ഹോട്ടലിൽ പോയ സമയത്ത് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു അല്ലേ. പിക്ചർ ചെയ്യാൻ അവർക്ക് എന്താണ് അവർക്ക് അവിടെ കുറച്ച് ഫുഡ് ഐറ്റംസൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ഹോട്ടലിൽ പോകുന്ന സമയത്ത് നമുക്ക് അവിടെ കുറേ ഫുഡ് അവർ അറേഞ്ച് ചെയ്ത് വെക്കും അല്ലേ. തിരിച്ച് വരുന്നേരം നമ്മുടെ ടേബിളിൻ്റെ അവസ്ഥ എന്തായിരിക്കും അല്ലേ? പാത്രങ്ങളൊക്കെ അവിടെ വാരി വലിച്ചപ്പെട്ട്, നമുക്ക് അങ്ങനെ പറയാം മലയാളത്തിൽ പറയുമ്പോൾ, പാത്രങ്ങളൊക്കെ വാരി വലിച്ചിട്ടുണ്ട്. പിന്നെ വേസ്റ്റ് എല്ലാം ടേബിളിൽ ഇട്ടിട്ടുണ്ട്. ബോട്ടിലിൻ്റെ മൂടിയെല്ലാം തുറക്കപ്പെട്ടിട്ടുണ്ട്. വേസ്റ്റുകളെല്ലാം നിലത്ത് ചാടിയിട്ടുണ്ട്. സോസിൻ്റെ കുപ്പികളൊക്കെ കസ്റ്റമേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് അവിടെ എന്താണ് അവർക്ക് കൊടുത്ത ബ്രേക്ക്ഫാസ്റ്റ് അവർ കഴിച്ചു കഴിഞ്ഞ സമയത്ത് കഴിച്ചു കഴിഞ്ഞിട്ടുള്ള അവസ്ഥ എന്താണ് നമുക്കെങ്ങനെ പറയാം? ദ ലോഫ് ഓഫ് ബ്രെഡ് ഹാസ് ബീൻ കട്ട് അല്ലേ. എന്താണ് ബ്രെഡിൻ്റെ പീസ് അവർ മുറിച്ചിട്ടുണ്ട്. ഫ്രൂട്ട് ഹാസ് ബീൻ കട്ട്, ഫ്രൂട്ട്സ് അവർ മുറിച്ചിട്ടുണ്ട്. ദ നൈഫ് ഹാസ് ബീൻ യൂസ്ഡ്, കത്തി അവർ ഉപയോഗിച്ചിട്ടുണ്ട്. ആപ്പിൾ ഹാസ് ബീൻ ഈറ്റൺ, എന്താണ് ആപ്പിൾ അവർ തിന്നിട്ടുണ്ട്. വാട്ടർ ഹാസ് ബീൻ ഡ്രങ്ക്, വെള്ളം അവർ കുടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കുടിക്കപ്പെട്ടിട്ടുണ്ട്. സീരിയൽസ് ഹാസ് ബീൻ ഓപ്പൺ, സീരിയൽസൊക്കെ എന്തായിട്ടുണ്ട്? തുറക്കപ്പെട്ടിട്ടുണ്ട്. കപ്പ് ആൻഡ് പ്ലേറ്റ്സ് ഹാവ് ബീൻ ക്ലിയർഡ്, കപ്പും പ്ലേറ്റൊക്കെ അവർ കഴിച്ച് ക്ലിയർ ആക്കിയിട്ടുണ്ട്. എഗ് ഹാസ് ബീൻ ബ്രോക്കൺ, മുട്ട പൊട്ടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യാം? നമ്മൾ ഒരു വേർഡ് നമ്മൾ എന്താക്കിയിട്ട് യൂസ് ചെയ്യാം? അതിന് പാസീവ് ഫോമിൽ നമ്മൾ യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയും സെൻറ്റൻസുകൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ നോട്ട്ബുക്കിലോട്ട് നിങ്ങൾ എഴുതണം. എങ്ങനെയാണ് നമ്മളൊരു കാര്യത്തെക്കുറിച്ച് അത് ചെയ്യപ്പെട്ടിട്ടുണ്ട്, വാതിൽ തുറക്കപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എന്താണ് വെള്ളം തുറന്ന് വെച്ചിട്ടുണ്ട്, അവൻ അടിക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ പാസീവ് വോയിസിൽ വാക്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യുക. നെക്സ്റ്റ് കമ്മിങ് ടു പേജ് നമ്പർ 62 അല്ലേ. പേജ് നമ്പർ 62-നകത്ത് കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പിക്ചർ എന്താണ്? താജ്മഹലിൻ്റെ പിക്ചറാണ് അല്ലേ. അപ്പോൾ നമുക്ക് പറയാം എന്താണ്? ഷാജഹാൻ താജ്മഹൽ നിർമ്മിച്ചു എന്ന് പറയാം. അപ്പോൾ ഈ സെൻറ്റൻസിൽ ഇമ്പോർട്ടൻസ് ആർക്കാണ്? ഷാജഹാനാണ്. കാരണം ഷാജഹാൻ ചക്രവർത്തി താജ്മഹൽ നിർമ്മിച്ചു. പക്ഷേ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള സെൻറ്റൻസുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? എല്ലാം എന്താണ്? പാസീവ് വോയിസിലാണ് കൊടുത്തിട്ടുള്ളത്. അതാണ് നിങ്ങൾക്ക് ഫില്ല് ചെയ്യേണ്ടതും. അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ് എന്താണ്? താജ്മഹൽ ഷാജഹാൻ ചക്രവർത്തിയാൽ നിർമ്മിക്കപ്പെട്ടു അല്ലേ, അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതെന്ത് വോയിസാണ്? പാസീവ് വോയിസാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്? സ്വർണ്ണ ബിരിയാണി കഴിച്ചു, അത് ആക്റ്റീവ് വോയിസ്. ബിരിയാണി സ്വർണ്ണയാൽ കഴിക്കപ്പെട്ടു, പാസീവ് വോയിസ്. ഇതുപോലെ ഇവിടെ എന്താണ്? ഷാജഹാൻ താജ്മഹൽ നിർമ്മിച്ചു, ആക്റ്റീവ് വോയിസ്. അതിനകത്ത് സബ്ജക്റ്റ് ആയിട്ടുള്ള ഷാജഹാനാണ് ഇമ്പോർട്ടൻസ്. പക്ഷേ ഇവിടെ നിങ്ങളെ ടെക്സ്റ്റിനടുത്ത് കൊടുത്തിട്ടുള്ള എങ്ങനെ പറയുന്നത്? താജ്മഹൽ വാസ് ബിൽറ്റ് ബൈ ഷാജഹാൻ, താജ്മഹൽ ഷാജഹാനാൽ നിർമ്മിക്കപ്പെട്ടു. അപ്പോൾ അവിടെ എന്താ സ്ട്രക്ചർ ഉപയോഗിച്ച് നോക്കിയേ? വാസ് ബിൽറ്റ്, വാസ് എന്താ? ഓൾറെഡി നിർമ്മിക്കപ്പെട്ടതാണ്, പാസ്റ്റ് ടെൻസിലാണ്. അപ്പോൾ എന്ത് ഉപയോഗിച്ചു? വാസ് ബിൽറ്റ് അല്ലേ. ബിൽറ്റ് എന്താണ്? ആ വെർബിൻ്റെ V3 ഫോമാണ്. ഇനി ഇവിടെ അടുത്തത് പിക്ചർ എന്താണ്? ഒരു ചെക്കന് പയ്യൻ എന്തായിട്ടുണ്ട്? ജനവാതിൽ ഗ്ലാസ് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ദ ഗ്ലാസ്. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻസ് ആർക്ക് കൊടുക്കേണ്ടത്? ചെയ്ത ആൾക്കല്ല. ആർക്കാണ് കൊടുക്കേണ്ടത്? നമ്മൾ എന്താണോ ചെയ്യപ്പെട്ടത്, ആരുടെ മേലെയാണോ ആ ആക്ടിവിറ്റി ചെയ്യപ്പെട്ടിട്ടുള്ളത്, ആരുടെ മേലെയാണ്? ഗ്ലാസ്സിന് മേലെയാണ്. ഗ്ലാസ് എന്തായിട്ടുണ്ട്? ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കുക? ദ ഗ്ലാസ് വാസ് ബ്രോക്ക് അല്ലേ. ബ്രോക്ക് എന്നുള്ളതിൻ്റെ തേർഡ് ഫോം എന്താണ്? ബ്രേക്ക്, ബ്രോക്കൺ എന്നാണ് പറയുക. ബ്രോക്കൺ. അപ്പോൾ നമ്മൾ മുന്നേ V1, V2, V3 ഫോം എന്നുള്ള ഒരു ടേബിളിൽ വരച്ച ഇതിൽ നിങ്ങളത് റെഫർ ചെയ്യുക. അതിനകത്തുണ്ട് ബ്രോക്കൺ. ദ ഗ്ലാസ് വാസ് ബ്രോക്കൺ ബൈ ദ ബോയ്. ബൈ ദ ബോയ് എന്നെന്താ? മേലെ കണ്ടില്ലേ? ബൈ ഷാജഹാൻ, ആരാലാണോ ചെയ്യപ്പെട്ടത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണിത് ബൈ ഷാജഹാൻ, ബൈ ദ ബോയ്.
നെക്സ്റ്റ് എന്താ, ഇവിടെ ഒരു എഗ്സിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് അല്ലേ. കോഴി മുട്ടയിട്ടു. അപ്പോൾ നമ്മൾ മലയാളത്തിൽ പറയുന്നത് കോഴി മുട്ടയിട്ടു. ഇതെന്താണ്, ആക്റ്റീവ് വോയിസ് ആണ്. കാരണം അവിടെ ആർക്കാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തത്, കോഴിക്കാണ്. കോഴി എന്ത് ചെയ്തു, മുട്ടയിട്ടു. പക്ഷെ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത് എന്താണ്, എക്സാമ്പിൾ കൊടുത്തിട്ടുള്ള എല്ലാം പാസീവ് വോയിസിലാണ് അല്ലേ. എന്താണോ ചെയ്തത് അല്ലെങ്കിൽ ആരുടെ മേലെയാണോ ചെയ്യപ്പെട്ടത് അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പാസീവ് വോയിസിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ആരാണ്, എക്സ് കോഴിയാൽ ഇട്ടു അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ പറയാം, എക്സ് വേർ ലൈഡ് ബൈ ദ ഹെൻ. ഇവിടെ നമ്മൾ ആർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തത്, ഈ ടെക്സ്റ്റിലുള്ള എക്സാമ്പിളിൽ മുട്ടയ്ക്കാണ്. മുട്ട ഇട്ടു, ആരാണ് ഇട്ടത്, മുട്ട, ബൈ ദ ഹെൻ അല്ലേ, കോഴി മുട്ടയിട്ട്. എക്സ് വേർ ലൈഡ് ബൈ ദ ഹെൻ. ഇനി നെക്സ്റ്റ് എക്സാമ്പിളൊക്കെ ഇവിടെ എന്താണ് കൊടുത്തിട്ടുള്ളത്, കുറച്ച് കുട്ടികൾ പട്ടം പറത്തുന്നു. അപ്പം സാധാരണഗതിയിൽ നമുക്ക് ഇങ്ങനെ പറയാം, കുട്ടികൾ പട്ടം പറത്തുന്നു. ആക്റ്റീവ് വോയിസ് ആണ് അല്ലേ. ചിൽഡ്രൻ നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് പറയും, നമ്മളത് ആക്റ്റീവ് വോയിസിലായിട്ട് പറയും അല്ലേ. ചിൽഡ്രൻ ഫ്ലൈ ദ കൈറ്റ് എന്നൊക്കെ പറയാം. ഫ്ലൈ, ഫ്ലൂ, ഫ്ലോൺ എന്നാണ് ഇങ്ങനെ വരിക, തേർഡ് ഫോം വരിക. അപ്പോൾ നമ്മളിവിടെ കൈറ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പറയാം, കൈറ്റ്സ് അല്ലേ. കൈറ്റ്സ് ആകുമ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കുക, വേർ ഉപയോഗിക്കുക. കൈറ്റ്സ് വേർ ഫ്ലോൺ ബൈ ദ ചിൽഡ്രൻ അല്ലേ. 6 എന്നുള്ളതിൻ്റെ പാസ്റ്റിലെ പ്ലൂറലാണ് എന്ത്, ആറിൻ്റെ പാസ്റ്റിലെ പ്ലൂറലാണ് വേർ അല്ലേ. കഴിഞ്ഞ കാര്യമാകുമ്പോൾ നമ്മൾ പ്ലൂറലാണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം, വേർ യൂസ് ചെയ്യുക. ഇവിടെയുള്ള ഒബ്ജക്റ്റുകൾ, ഇപ്പോൾ മേലത്തെ എക്സാമ്പിൾ എന്താണ്, എക്സ് കുറേ ഉണ്ട്. അപ്പോൾ എക്സ് വേർ എന്ന് പറഞ്ഞു. മേലെ ഗ്ലാസ് ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ നമ്മൾ ഗ്ലാസ് വാസ് എന്ന് പറഞ്ഞു. പ്ലൂറലാകുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യണം, വേർ യൂസ് ചെയ്യുക അല്ലേ. കൈറ്റ്സ് വേർ ഫ്ലോൺ ബൈ ദ ചിൽഡ്രൻ അല്ലേ. എന്താണ്, കുട്ടികളാൽ പട്ടം കുട്ടികളാൽ പട്ടം പറക്കപ്പെട്ടു അല്ലേ. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻസ് വന്നിട്ടുള്ളത് കൈറ്റ്സിനാണ്. കൈറ്റ്സ് വേർ ഫ്ലോൺ. ഫ്ലോൺ എന്താണ്, വേർബിൻ്റെ V3 ഫോമാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ മുന്നേ എഴുതിയിട്ടുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വെർബിൻ്റെ V3 ഫോം എന്താണെന്നുള്ളത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആക്റ്റീവ് വോയിസിന് ഒരു വേർഡിനെ പാസീവ് വോയിസിലോട്ട് ചേഞ്ച് ചെയ്യാൻ കഴിയുള്ളൂ. നെക്സ്റ്റ് എന്താ, ചൈനയിലെ വൻമതിലിൻ്റെ ഫോട്ടോ എന്നാണ് തോന്നുന്നു കൊടുത്തിട്ടുള്ളത്. ഗ്രേറ്റ് വാൾ ഓഫ് ചൈന, ക്യൂൻ ഷിങ് ഹ്യോങ്. അപ്പം സാധാരണ ഇതിൽ നമുക്ക് എന്താ പറയാം, ഷിയോങ് എന്ത് ചെയ്തു, ചൈനയിലെ വൻമതിൽ ഉണ്ടാക്കി. അപ്പോൾ അതൊരു ആക്റ്റീവ് വോയിസാണ്. ആക്റ്റീവ് വോയിസ് ചെയ്യുന്ന ആൾക്കാണ് പ്രാധാന്യം എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിങ്ങനെ പറയാം, മലയാളത്തിൽ പറയുമ്പോൾ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പറയുമ്പോൾ ഇങ്ങനെ പറയാം, ഷിയോങ് ബിൽറ്റ് ദി ഗ്രേറ്റ് വാൾ ഓഫ് ചൈന എന്ന് പറയാം. പക്ഷേ ഈ എക്സാമ്പിളിൽ നമ്മൾ എന്ത് പറയണം, ചൈനയിലെ വൻമതിൽ ഷിയോങ്ങിനേക്കാൾ നിർമ്മിക്കപ്പെട്ടു അല്ലേ. അയാളാണ് അത് ചെയ്തത് എന്നുള്ള രീതിയിൽ നമ്മൾ പാസിൽ പറയുമ്പോൾ എങ്ങനെ പറയാം, ഗ്രേറ്റ് വാൾ ഓഫ് ചൈന വാസ് ബിൽറ്റ് ബൈ ഷിയോങ്, അങ്ങനെ പറയാം. അപ്പോൾ അധികം നമ്മൾ പാസീവ് വോയിസ് ഉപയോഗിക്കുമ്പോൾ ഒരു ബൈ എന്ന് വരും അല്ലേ. ഒരു ബൈ അല്ലെങ്കിൽ അങ്ങനെ യൂഷ്വലി ബൈ എന്നുള്ളൊരു ഇതിലാണ് സെൻറ്റൻസ് വരാറ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് പേജ് നമ്പർ 65 കൊടുത്തിട്ടുണ്ട്. എന്താണ്, നിങ്ങൾക്കൊരു ടേബിൾ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഹീ ഓപ്പൺസ് ദ ഡോറ്. അപ്പോൾ എന്താണ്, അവൻ വാതിൽ തുറന്നു. ഏത് വോയിസാണ്, ആക്റ്റീവ് വോയിസാണോ പാസീവ് വോയിസാണോ, അവൻ വാതിൽ തുറന്നു. അവിടെ അത് ആക്റ്റീവാണ്. കാരണം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തത് ആർക്കാണ്, അവനാണ്. അവനെന്താണ്, സബ്ജക്റ്റാണ്. ഓപ്പൺസ് ഉള്ളത് വെർബ്, ക്രിയയാണ്. ഡോറ് ആരെ മേലെയാണ് ആക്ടിവിറ്റി ചെയ്തത്, അതാണ് ഒബ്ജക്റ്റ്. അപ്പോൾ ഇതൊരു ആക്റ്റീവ് വോയിസ് ആയത് കാരണം നമുക്ക് സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് ഒരു SVO സബ്ജക്റ്റ് വെർബ് SVO പാറ്റേണിലാണ് എന്തുണ്ടായിരിക്കുക, ആക്റ്റീവ് വോയിസ് ഉണ്ടായിരിക്കുക. അപ്പോൾ അവൻ വാതിൽ തുറന്നു എന്താണ്, ആക്റ്റീവ് വോയിസാണ്. അപ്പോൾ അതിൻ്റെ പാസീവ് എങ്ങനെ വരിക, വാതിൽ അവനാൽ തുറക്കപ്പെട്ടു എന്നുള്ളതാണ് അതിൻ്റെ പാസീവ് വോയിസ്. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം, ഈ ഓപ്പൺസ് ദ ഡോർ എന്നുള്ള പാസീവ് വോയിസിൻ്റെ
ആക്റ്റീവ് വോയിസിൻ്റെ പാസീവ് വോയിസ് എങ്ങനെയാണ് എഴുതുക? ദ ഡോർ ഈസ് ഓപ്പൺഡ് ബൈ ഹിം. അപ്പോൾ ഡോർ എന്തായി? പാസീവിൽ ഡോറായി സബ്ജക്റ്റായിട്ട് മാറി. പിന്നെ വെർബ് എന്താ? ഓപ്പൺഡ് തന്നെ ബൈ ഹിം അല്ലേ, ഒരാളാൽ, ഏജൻറ്റ്. അപ്പോൾ നമ്മൾക്ക് എന്താ പറയുക? കുട്ടി പാത്രം പൊട്ടിച്ചു. അപ്പോൾ അവിടെ ഇമ്പോർട്ടൻസ് ആർക്കാണ്? കുട്ടിക്ക്. കുട്ടി എന്ത് ചെയ്തു? പാത്രം പൊട്ടിച്ചു, ഒരു വികൃതി കാണിച്ചതാണ്. അപ്പോൾ നമ്മൾ തിരിച്ചെങ്ങനെ പറയാം? പാത്രം കുട്ടിയാൽ പൊട്ടിക്കപ്പെട്ടു അല്ലേ. അപ്പോൾ അവിടെ ചെയ്ത ആൾക്ക് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. എന്താണ് നമ്മൾ ചെയ്ത കാര്യം എന്തിൻ്റെ മേലെയാണ് അതിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തത്? എന്താണ്? ആ പാത്രം പൊട്ടി അല്ലേ, പാത്രം പൊട്ടിക്കപ്പെട്ടു കുട്ടിയാൽ. അല്ലെങ്കിൽ എന്താണ്? ദ ചൈൽഡ് ബ്രോക്ക് ദ ഗ്ലാസ്. തിരിച്ചു നമുക്ക് എങ്ങനെ പറയാം? ദ ഗ്ലാസ് ഈസ് ബ്രോക്കൺഡ് ബൈ ദ ചൈൽഡ്. അപ്പോൾ ഒരു ബൈ ദ എന്നുള്ളത് എവിടെ വരും? നമ്മൾ പാസീവ് വോയിസിലോട്ട് ആക്കുമ്പോൾ മിക്ക കേസിലും ഒരു ബൈ ദ എന്നുള്ളത് വരും. പിന്നെ അതുപോലെ തന്നെ വെർബിൽ എന്ത് ചെയ്യും? വെർബിൽ മാറ്റങ്ങൾ വരും, പാസ്റ്റിലായിട്ടാവും വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു സെൻറ്റൻസിനെ ആക്റ്റീവ് വോയിസിൽ നിന്നെടുത്ത് പാസീവ് വോയിസിലോട്ട് ചേഞ്ച് ആക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാം? നോട്ട് ചെയ്യാം. അപ്പോൾ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു.